നമ്മോട് സംവദിക്കുന്നതിനായി അതിഥിയായി എത്തിയിട്ടുള്ളത് കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയായ സൈനുൽ ആബിദീൻ സാറാണ്. സാപ്പിയൻ ട്രെയിനർ എന്ന നിലയിൽ വ്യക്തിത്വ വികസന മേഖലയിൽ സജീവമായ അദ്ദേഹം ബിസിനസ് രംഗത്തെ തന്റെ പ്രാവീണ്യവും സോഷ്യൽ വർക്കിലെ കരുണാർദ്രമായ ഇടപെടലുകളും ഒരേപോലെ മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിത്വമാണ്. മികച്ചൊരു ഫോട്ടോഗ്രാഫറും ഒരു റൈഡറും കൂടിയായ അദ്ദേഹം റെസ്പോൺസിബിൾ സോൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മോട് സംവദിക്കുന്നത്. സൈനുൽ ആബിദീൻ സാറെ ഹൃദ്യമായി ഡിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രോഗ്രാമിന്റെ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ഷമീമ ഷാജിർ, ഇതിന്റെ മുഴുവൻ അണിയറ പ്രവർത്തകർ, ഒപ്പം മുഴുവൻ പാർട്ടിസിപ്പൻസിനെയും സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി സൈനുൽ ആബിദ് സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. ഇത് ഈ കുട്ടിയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലെ? കുറച്ച് നാൾ മുമ്പ് പത്തനംതിട്ടയിൽ നടന്നിട്ടായിരുന്ന ഒരു ആക്സിഡന്റില് മരണപ്പെട്ട ഒരു കുട്ടിയാണ്. ഈ കുഞ്ഞിനെ നമ്മൾ ഓർക്കുന്നത് ഇന്ന് അലിൻ ഷെറിൻ എബ്രഹാം എന്ന ഈ കുഞ്ഞ് ഏകദേശം 5ഓളം പേരിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മാസം പ്രായമായ തങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് അതിന്റെ ആ കഠിനമായ വേദനയിലും ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഷെറിനും എബ്രഹാമും ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കുഞ്ഞിന്റെ അവയവദാനത്തിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു. അത്രയും കഠിനമായ ഒരു വേദന അനുഭവിക്കുന്ന ആ ഒരു സമയത്ത് പോലും അവരെ അതിനെ പ്രേരിപ്പിച്ച ഉത്തരവാദിത്ത ബോധമുള്ള, അതായത് തങ്ങളോടെന്ന പോലെ സമൂഹത്തിനോടും ചുറ്റുപാടുള്ളവരോടും ഉത്തരവാദിത്ത ബോധമുള്ള ആ ആൾക്കാരുടെ ഓർമ്മക്ക് മുന്നിലാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ദ റെസ്പോൺസിബിൾ സോൾ അഥവാ ഉത്തരവാദിത്ത ബോധമുള്ള ആത്മാവ് എന്ന ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക്, ഈ ചെറിയ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഞാന് മരണം എന്നൊരു വിഷയമായിട്ടാണ് തുടങ്ങുന്നത്. പൊതുവെ ഈ സെഷൻ ഞാൻ ഡിവിഷന്റെ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട്. ഇപ്പൊ വളരെ പോസിറ്റീവായ എനർജറ്റിക് ആയ ഒരുപാട് വിഷയങ്ങളാണ് ഇതിലെപ്പോഴും ചർച്ച ചെയ്യുന്ന കാണുന്നത്. ഞാൻ ഇന്ന് ഒരല്പം മാറിയിട്ടാണ് പോകുന്നത്. മരണത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചുറ്റിലും നടക്കുന്ന മരണങ്ങള് ഒന്ന് നോർമൽ മരണങ്ങളാണ്, സ്വാഭാവികമായിട്ടുള്ള മരണങ്ങളാണ്. പ്രായം ചെന്ന് രോഗം ബാധിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ മരിക്കാറുള്ളത്. മറ്റൊന്നുള്ളത് ആക്സിഡന്റ് മരണം. ആക്സിഡന്റ് മരണം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ കുഞ്ഞിന്റെ വിഷയത്തിൽ പറഞ്ഞത്. പിന്നൊന്നുള്ളത് സൂയിസൈഡ് ആണ്, ആത്മഹത്യ. ഒരാള് മരിക്കാൻ സ്വയം തീരുമാനിക്കുന്നു, അതിനാണ് നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്നത്. പിന്നൊന്നുള്ളത് കൊലപാതകമാണ്, ഒരാളുടെ ജീവൻ മറ്റൊരാളാൽ ഇല്ലാതാവുന്നത്. ഒരാൾ മറ്റൊരാളുടെ ജീവൻ ഇല്ലാതാക്കുന്നു, അതിനെ നമ്മൾ കൊലപാതകം എന്ന് പറയും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് മരണങ്ങൾ ഇവിടെ ഈ പേര് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, എന്നാലും ഇതിലുള്ള ഈ ചിത്രങ്ങൾ നിങ്ങളെ ചില സ്റ്റോറികൾ ഓർമ്മിപ്പിക്കും. ഇതിൽ ഒന്നാമത്തത് അർജുൻ. കഴിഞ്ഞ കാലവർഷത്തില് ശിരൂരിൽ വെച്ചുണ്ടായിരുന്ന ഒരു അപകടത്തിൽ മരണപ്പെട്ട ലോറി ഡ്രൈവറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത് സുശാന്ത് സിംഗ് രജ്പുത്ത്. ഹിന്ദി സിനിമയിലെ MS ധോണി എന്ന സിനിമയിലൂടെ നമ്മൾക്ക് ഏവർക്കും അറിയുന്ന സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി വെച്ച നിലയിലാണ് കണ്ടെത്തിയത്. അതുപോലെ ഇത് രാജൻ, ഇത് എന്റെ നാട്ടിലുള്ള ഒരു ചായ കച്ചവടക്കാരനാണ്. ഇദ്ദേഹം മരണപ്പെടുന്നത് ഒരു റോഡ് ആക്സിഡന്റിലായിരുന്നു. കാരണം ഇയാളുടെ കട റോഡിന്റെ, ഹൈവേയുടെ ഒരു സൈഡിലാണ് ഇയാളുടെ ചായക്കട. ഇയാള് കച്ചവടത്തിന്റെ ആവശ്യത്തിനായിട്ട് ഇയാളുടെ കസ്റ്റമേഴ്സിനെ സമീപിക്കാൻ എല്ലാ സമയത്തും റോഡ് ക്രോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അവിടെ ഒരു അശ്രദ്ധയിൽ ഉണ്ടായിരുന്ന ഒരു അപകടത്തിലാണ് അദ്ദേഹം, കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നെ ഈ സൽമാൻ എന്ന് പറയുന്നത്, സൽമാൻ ഖാൻ ഹിന്ദി സിനിമയിലെ സൂപ്പർ സ്റ്റാറിൽ ഒരാളാണ്. 2002 ബാന്ദ്രയിൽ ഉണ്ടായിരുന്ന ഒരു അപകടത്തില് ഇദ്ദേഹത്തിന്റെ കാർ ഇടിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടു. മരണത്തിന് കാരണമായത് അമിത വേഗതയും ഇദ്ദേഹം അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ അപകടം സംഭവിച്ചത്. അതുപോലെ ഈ നിസാം എന്ന് പറയുന്നത്
നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ ശോഭ സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു കൊലപാതകം. അതായത് പിന്നെ ഇദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്ന ഒരു തർക്കത്തിനൊടുവില് ഇദ്ദേഹം കാർ ഇടിപ്പിച്ച് കൊന്നു എന്നുള്ളതാണ് ആ കേസ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഈ ഒരു 5 മരണങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ അബ്നോർമൽ ആയിട്ടുള്ള മരണങ്ങൾ, അതായത് ആക്സിഡന്റ്, സൂയിസൈഡ്, ഹോമിസൈഡിൽ പെടാൻ സാധ്യതയുള്ള കുറച്ച് മരണങ്ങളാണ്. അത് ഞാൻ പൊതുവെ ഈ ക്ലാസ് പിന്നെ ഓഡിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം ഇതില് ഈ മരണങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം. അപ്പൊ ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഈ കാര്യങ്ങൾ പറയാം. ഇതിൽ ഈ അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവറുടെ മരണം ഒരു ക്ലിയർ ആക്സിഡന്റ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതല്ലേ. ഏകദേശം 75 ദിവസത്തിന് ശേഷമാണ് ഷിരൂർ പുഴയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ലോറിയും മൃതദേഹവും നമുക്ക് തിരിച്ചു കിട്ടിയത്. രണ്ടാമത് സുശാന്ത്. സുശാന്ത് എന്നുള്ളത് സിനിമാ നടൻ. അദ്ദേഹം മരണപ്പെട്ടത് ആത്മഹത്യയിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. പിന്നെ ഈ രാജൻ എന്ന് പറയുന്ന ആളുള്ളത്, അത് റോഡ് ആക്സിഡന്റ് ആയിരുന്നു. അതായത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം വളരെ വേഗതയേറിയ വാഹനങ്ങൾ വരുന്ന റോഡിലൂടെ സ്ഥിരമായിട്ട് ഇയാൾ ചെയ്യുന്ന പ്രവർത്തിയാണ് റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസമാണ് കാർ ഇടിച്ചിട്ട് അദ്ദേഹം മരിക്കുന്നത്. അതുപോലെ സൽമാൻ ഖാന്റെ ആക്സിഡന്റ്. സൽമാൻ ഖാന്റെ കയ്യിൽ നിന്ന് കാർ ആക്സിഡന്റിലാണ് ഒരാൾ മരണപ്പെടുന്നത്. 4ഓളം പേര് വളരെ ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയുണ്ടായി. ഇതും ഒരു ആക്സിഡന്റ് തന്നെയാണ് ആക്ച്വലി. പിന്നൊന്നുള്ളത് നിസാമിൻ്റെത് കാർ ഇടിച്ചിട്ട് തന്നെയാണ് ആള് മരിക്കുന്നത്. പക്ഷെ അവിടെ അതൊരു കൊലപാതക കുറ്റമായിട്ടാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടതും ആ ഒരു വിഷയത്തിൽ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ കാണുന്ന ഈ ആത്മഹത്യ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്വയം തീരുമാനിക്കുന്നു മരണപ്പെടാൻ വേണ്ടി. ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ഒരു ഇൻഡയറക്റ്റ് വേർഷൻ ഉണ്ട്. അതായത് ഇൻഡയറക്റ്റ് സൂയിസൈഡ്, പരോക്ഷമായ ആത്മഹത്യ. എന്താണ് പരോക്ഷമായ ആത്മഹത്യ? നമുക്കൊക്കെ അറിയാം, പൊട്ടാസ്യം സയനൈഡ് എന്നുള്ളത് അതിമാരകമായ ഒരു വിഷമാണ്. ഈ വിഷം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 10-20 സെക്കൻഡിനുള്ളിൽ ഇത് കഴിച്ച ആള് മരണപ്പെടുന്നുള്ളത് പൊതുവായിട്ട് എല്ലാവർക്കും അറിയില്ല. ഇത് അറിയുന്ന ഒരാള് അയാൾ പറയുന്നത് ഇതിന്റെ രുചി എന്താണെന്ന് എനിക്കറിയില്ല, ഇതിന്റെ രുചിയൊന്നും എനിക്ക് അറിയണം, അതിനുവേണ്ടി ഞാൻ ഇതൊന്ന് നാവിൽ വെച്ച് നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ അത് നാവിൽ വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ 10-20 സെക്കൻഡിനുള്ള ആൾ മരണപ്പെടും. എന്നാൽ അത് ആത്മഹത്യയാണോ? അദ്ദേഹം ആത്മഹത്യയാണോ ചെയ്തത്? അല്ല. കാരണം അയാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്നോ മരിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മരണ കാരണമായേക്കാവുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടത്. ഇങ്ങനെയുള്ള മരണങ്ങളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സൂയിസൈഡ് അഥവാ പരോക്ഷമായ ആത്മഹത്യ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു 2 മാസം മുമ്പ് പത്രങ്ങളിൽ വന്നൊരു വാർത്ത, ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. UP-യിൽ ഒരു യുവതി ഒരു റീൽസ് ചിത്രീകരണത്തിന് വേണ്ടി, ഒരു തൂങ്ങി മരണം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകളുടെ കയ്യിൽ മൊബൈൽ ക്യാമറ കൊടുക്കുന്നു, എന്നിട്ട് വീഡിയോ ഓൺ ആക്കുന്നു, എന്നിട്ട് ഒരു സ്റ്റൂളിന്റെ മുകളിൽ കയറിയിട്ട് തൂങ്ങി മരണം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിനയം നടത്തുകയായിരുന്നു. ഈ അഭിനയത്തിനിടയിൽ സ്റ്റൂള് കാലിനടിയിൽ നിന്ന് തെറ്റിപ്പോയി ആളവിടെ തൂങ്ങി മരിച്ചു. അപ്പം കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേട്ട ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഈ സ്ത്രീയെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. പക്ഷെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഇത് ഈ റീൽസ് ചിത്രീകരണത്തിന് നടന്ന ഈ ധാരണ നമ്മൾ പത്രങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചതാണ്. ഇത് ശരിക്കും ആത്മഹത്യയാണോ? തൂങ്ങി മരണമാണ് നടന്നത്, പക്ഷെ അത് ആത്മഹത്യയാണോ? ശരിക്കും ആത്മഹത്യ അല്ല, അല്ലേ? കാരണം ആ സ്ത്രീ ഒരിക്കലും മരിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ല അത് ചെയ്തത്. പക്ഷെ മരണ കാരണമായേക്കാവുന്ന ഒരു അപകടം പിടിച്ച പ്രവൃത്തി ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ചെയ്യുകയായിരുന്നു. അവർക്കറിയാം അവിടെ ഒരു അബദ്ധം സംഭവിച്ചാൽ, ഒരു അപകടം സംഭവിച്ചാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവർക്ക് അങ്ങനെ മരിക്കണം എന്നുള്ള ഉദ്ദേശം ഇല്ലെങ്കിൽ പോലും അവരുടെ പ്രവൃത്തി മരണത്തിലേക്ക് നയിക്കുകയും ഇതിന് നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് സൂയിസൈഡ് അഥവാ പരോക്ഷമായ ആത്മഹത്യ എന്നാണ്. അതുപോലെ തന്നെ ഈ ഹോമിസൈഡിൽ അഥവാ നരഹത്യ, അതിലും ഇതേപോലെ ഒരു ഇൻഡയറക്റ്റ് വേർഷൻ ഉണ്ട്. എന്താണ് നരഹത്യ? നമ്മൾ ഒരാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അയാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ മാരകമായിട്ട് പരിക്കേൽപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതൊരു കൊലപാതകമായിട്ട് മാറുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ഹോമിസൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശമില്ല, പക്ഷെ നമ്മുടെ പ്രവൃത്തി മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ, അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കൊലപാതകം അഥവാ പരോക്ഷമായിട്ടുള്ള നരഹത്യയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ ഞാനൊരു സിനിമയിലുണ്ട്. കാരണം ഇതിന് എക്സാമ്പിൾ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിയമവിരുദ്ധമൊക്കെ ആയിപ്പോ. അതുകൊണ്ട് ഞാനൊരു സിനിമയിലുള്ള ഒരു രംഗമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി
സിനിമാ നടൻ വിജയ് അഭിനയിച്ച മെർസൽ എന്നുള്ളൊരു സിനിമ ഒരുപാട് ഹിറ്റായ ഒരു പടമായിരുന്നു. ഈ പടത്തിൽ ഒരു ചെറിയൊരു രംഗമാണ്. ഇതില് ഒരു കുട്ടി സ്കൂൾ വിട്ടിട്ട് സ്കൂളിന് മുന്നിൽ കാത്തിരിക്കുന്ന തന്റെ അച്ഛന്റെ അടുത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാവലർ പിക്കപ്പ് വന്നിട്ട് ഈ കുഞ്ഞിനെ ഇടിച്ചിടും. അപ്പൊ ചോരയിൽ കുളിച്ച് കിടക്കുന്ന കുട്ടി, അപ്പൊ ആൾക്കാരൊക്കെ അവിടെ കൂടുന്നു. അപ്പൊ ആംബുലൻസ് വിളിച്ചു വരുത്തുന്നു. ആംബുലൻസിലേക്ക് ഈ കുഞ്ഞിനെ തൊട്ടടുത്ത് തന്നെയുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആംബുലൻസ് അവിടുന്ന് പുറപ്പെടുന്നു. ഇതുവരെയൊക്കെ ക്ലിയർ ആണ്. ഇതിന് ശേഷമാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. ഈ വാഹനം പുറപ്പെട്ട ഉടനെ തന്നെ ഈ ആംബുലൻസിന്റെ ഡ്രൈവർ ചെയ്യുന്നത് അവിടെയുള്ള മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലുകളുമായിട്ട് ഇയാള് ഒരു വിലപേശൽ നടത്തുകയാണ്. കാരണം എന്റെ വാഹനത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റ് ഉണ്ട്, ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് എത്ര കമ്മീഷൻ തരും എന്നുള്ള ചോദ്യമാണ് ഇയാൾ ചോദിക്കുന്നത്. അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർക്ക് ഇതുമായിട്ട് യോജിക്കുന്നില്ല. അങ്ങനെ ഇയാൾക്ക് മതിയായ തുക കിട്ടുന്നത് വരെ ഇയാള് നഗരത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ്. നിങ്ങളെ സിനിമ കണ്ടിട്ട് ഓർക്കുന്നുണ്ട്. അവർക്ക് വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു. ഒടുവിൽ സംഭവിച്ചത് ഒരു ഹോസ്പിറ്റലുമായി ധാരണയായതിനു ശേഷം ആ ഹോസ്പിറ്റലിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകും. അവിടെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ച് തിയേറ്ററിലേക്ക് എത്തുമ്പോഴേക്കും ഈ കുഞ്ഞ് മരണപ്പെടുന്നു. അപ്പൊ ഡോക്ടർ വന്നിട്ട് പറയുന്നത് ഒരു 10 മിനിറ്റ് മുമ്പാണ് ഈ കുഞ്ഞ് ഇവിടെ എത്തുന്നതെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. കാരണം രക്തം വാർന്നിട്ടാണ് ആ കുഞ്ഞ് മരിച്ചത്. വലിയ മാരകമായ പരിക്കായിരുന്നു, പക്ഷെ രക്തം മുഴുവൻ വാർന്നു എങ്ങനെയാണ് മരിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഈ കുഞ്ഞിന്റെ മരണത്തിന് കാരണം ആ റോഡ് ആക്സിഡന്റ് ആയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് മരിച്ചത് ആ റോഡ് ആക്സിഡന്റ് കൊണ്ട് മാത്രമാണ്. ഈ ഡ്രൈവറുടെ പണത്തിനോടുള്ള ആർത്തി അല്ലെങ്കിൽ അയാളുടെ സ്വന്തമായ താല്പര്യങ്ങൾ, ഇതിനു വേണ്ടിയിട്ടാണ് ആ കുഞ്ഞ് ജീവൻ ബലികൊടുക്കേണ്ടി വന്നത്. എന്നാൽ ആ ഡ്രൈവർക്ക് ഈ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നു? ആ കുഞ്ഞിനെ മരിക്കണമെന്നോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലണമെന്നോ അയാൾക്കില്ല. അയാൾക്ക് കുറച്ച് കാശ് കിട്ടണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡയറക്റ്റ് ഹോമിസൈഡ്. അഥവാ നേർക്ക് നേരെ അതൊരു കൊലപാതകമല്ല. അയാൾക്ക് ആ കുഞ്ഞിനെ കൊല്ലണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ കൂടി ആ കുഞ്ഞിന്റെ മരണത്തിന് അയാൾ കൂടി പങ്കാളിയാണ്. ഇപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഇൻഡയറക്റ്റ് സൂയിസൈഡ് ആൻഡ് ഇൻഡയറക്റ്റ് ഹോമിസൈഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 5 അപകട മരണങ്ങൾ, അതിൽ ആദ്യത്തെ 3 അർജുൻ, സുശാന്ത്, അതുപോലെ നിസാം, ഇവരുടെ 3നും ക്ലിയർ ആണ്. അർജുൻ്റെത് ആക്സിഡന്റ് ആയിരുന്നു, അതുപോലെ സുശാന്തിൻ്റെത് സൂയിസൈഡ് ആയിരുന്നു. അതേപോലെ ഈ നിസാം പിന്നെ ശോഭ സിറ്റിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലിയർ കൊലപാതകമായിരുന്നു. അതിന് ഇപ്പോഴാണ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ രാജൻ എന്ന് പറയുന്ന ചായക്കടക്കാരൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് വെറും ഒരു ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ പറയുന്നത് അത് ആക്സിഡന്റ് അല്ല. അത് ആക്സിഡന്റിലാണ് അദ്ദേഹം മരണപ്പെട്ടതെങ്കിൽ കൂടി അതിന് മറ്റൊരു കാരണം കൂടി ഇൻഡയറക്റ്റ് സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടി അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് അറിയാം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ 2 ഭാഗത്ത് ശ്രദ്ധിക്കണം, വളരെ വേഗതയിൽ വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ്. പലരും ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, കാരണം പല ആക്സിഡന്റ് നടന്ന റോഡാണ്. ഈ റോഡിൽ വെച്ചിട്ട് പിന്നെ ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്, അത് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പലരും പറഞ്ഞിട്ടും അദ്ദേഹം അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 2 വർഷം മുമ്പ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാർ വന്നിടിച്ച് ഇയാൾ മരിക്കുന്നത്. അതുപോലെ സൽമാൻ ഖാൻ, സിനിമാ നടൻ സൽമാൻ ഖാന്റെ കയ്യിൽ നടന്ന അപകടം, അതും പ്രത്യക്ഷത്തിൽ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് അത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് അത് അറിയാം, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, അമിത വേഗതയിൽ വാഹനം ഓടിക്കരുത്. അതുപോലെ മുംബൈ പോലുള്ള നഗരത്തിലും ഏറ്റവും തിരക്കൂടിയ സ്ഥലമാണ് ബാന്ദ്ര. അദ്ദേഹം താമസിക്കുന്ന സ്ഥലവും ബാന്ദ്രയാണ്. അദ്ദേഹത്തിന് അറിയാം അവിടുത്തെ തിരക്കും അവിടുത്തെ റോഡിന്റെ അവസ്ഥയൊക്കെ. ആ നഗരത്തിലൂടെ മദ്യപിച്ച് ലഹരിയിൽ അമിത വേഗതയിൽ കാർ ഓടിച്ചിട്ടാണ് ആ അപകടം ഉണ്ടായത്. ഒരാൾ മരണപ്പെട്ടു, 4 പേര് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഇതും അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാവുന്ന, അതായത് എന്റെ കയ്യിൽ ഈ വാഹനം ഇതേ സ്പീഡിൽ പോവുകയാണെങ്കിൽ അപകടം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തതും ആ അപകടം സംഭവിച്ചത്. ഇതിന്റെ പേരിൽ ഏകദേശം 10 വർഷത്തോളം കോടതി നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം 5 വർഷം ഇദ്ദേഹത്തെ ജയിൽ ശിക്ഷക്ക് വിധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷിയും അതുപോലെ നെഗോഷിയേഷനൊക്കെ കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്തുവന്നാലും ഇതും ഒരു തരത്തില് ഇൻഡയറക്റ്റ് ഹോമിസൈഡ് തന്നെയാണ്, അഥവാ പരോക്ഷമായ കൊലപാതകമാണ്. ഇതുപോലെ നമ്മുടെ ചുറ്റിലും ഒരുപാട് ആക്സിഡന്റുകൾ, ഇപ്പം കഴിഞ്ഞ 2024-25 കേരളത്തിൽ ഏകദേശം 49,000 ആക്സിഡന്റുകൾ റോഡിൽ നടന്നു. വർക്ക് സൈറ്റുകളിൽ, വീടുകളിൽ, മറ്റുള്ള സ്ഥലങ്ങളിൽ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്ന അപകടങ്ങൾ കൂടാതെ വെറും റോഡ് ആക്സിഡന്റ് മാത്രം 49,000-ലധികം ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. ഇതിൽ 3,800-3,900 പേരോളം മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കാണുന്നത്
വെറും ആക്സിഡന്റ് എന്ന നിലയിൽ മാത്രം. അപ്പൊ നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു തിയറി വെച്ചിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നടന്നിരിക്കുന്നത് മുഴുവനും വെറും ആക്സിഡന്റ് അല്ല. അവിടെയും ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോമിസൈഡോ നടന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതില് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇപ്പൊ ഈ അടുത്ത് നിങ്ങളുടെ ചുറ്റിൽ നടന്ന ഏതെങ്കിലും ഒരു അപകടത്തെ കുറിച്ചിട്ട് പറയാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. കാരണം നമുക്കിത് പരസ്പരം സംസാരിച്ചുകൊണ്ട് പോകേണ്ട ഒരു വിഷയമാണ്. കാരണം നിങ്ങളെ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകേണ്ടത്. പക്ഷെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് കൂടുതൽ നിർബന്ധിക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ആക്സിഡന്റ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 3-5 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു വയോധികനായ ഒരു മനുഷ്യൻ, അദ്ദേഹം സ്ഥിരമായിട്ട് പള്ളിയിലേക്ക് പോകുന്ന ആളാണ്. പള്ളിയില് നിസ്കാര സമയം ആദ്യ സമയത്ത് എത്തണമെന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. അപ്പൊ റെയിൽവേ ഗേറ്റ് കടന്നിട്ട് എപ്പോഴും ചെറിയ മോനാണ് ബൈക്കിൽ ഇദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ അന്നത്തെ ദിവസം ഇയാൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ട്രെയിന് പോകും. 5-10 മിനിറ്റിനുള്ളിൽ അതിലൂടെ ട്രെയിൻ പാസ് ചെയ്യും. പക്ഷെ ഇദ്ദേഹം അതിന് കാത്തുനിന്നു. ഇദ്ദേഹം പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ ബൈക്കിൽ ഇറങ്ങി റെയിൽ ക്രോസ് ചെയ്തു. റെയിലിലേക്ക് കയറാൻ നേരത്ത് ട്രെയിൻ വരുന്നത് കണ്ടിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തോട് നിങ്ങൾ റെയിലിലേക്ക് കയറല്ല, ട്രെയിൻ ഇപ്പൊ എത്തുന്നു പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ആ ഒരു ഭയത്താലോ എന്തോന്നറിയില്ല, ഇയാൾക്ക് അവിടുന്ന് ഈ ട്രാക്കിന്റെ മേലെ നീങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. ട്രെയിൻ ഇടിച്ചു, ആ സ്പോട്ടിൽ മരണപ്പെട്ടു. ഇതൊരു ട്രെയിൻ ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ദുരന്തം എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിന്റെ പിന്നിലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കാരണം അപകടം സംഭവിക്കും, ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാക്കിയത്. ഇതുപോലെ നമ്മുടെ ചുറ്റിലും നടന്ന ബൈക്ക് ആക്സിഡന്റുകളായാലും കാർ ആക്സിഡന്റുകളായാലും നോക്കിയാൽ ഇതിലൊക്കെ ഇതുപോലെ ഒരു സൈഡ് കാണാം. ഒന്നുകിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്. ഇപ്പൊ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് അമിത വേഗതയിൽ ഉണ്ടാകുന്ന ആക്സിഡന്റില് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എയർ ബാഗ് ഓപ്പൺ ചെയ്യുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഇത് ധരിക്കുന്നത് ഒന്നുകിൽ പോലീസിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ക്യാമറയെ പേടിച്ചിട്ടാണ് ഇന്നും നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചുറ്റിലും നടന്ന ആക്സിഡന്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 4ഓളം ആക്സിഡന്റുകൾ നടന്നു. 3 പേര് മരണപ്പെട്ടു. ഇതില് 2 കുട്ടികൾ മരണപ്പെടാനുണ്ടായിരുന്നു. ഒരു കുട്ടി മരണപ്പെടാനുണ്ടായിരുന്ന കാരണം ആ കുഞ്ഞ് ബൈക്കിൽ അമിത വേഗതയിൽ പോവുകയായിരുന്നു. ഒരു ബസ് ഓവർടേക്ക് ചെയ്യുന്ന ബസ്സിൽ ഇടിച്ചിട്ടാണ് മരണപ്പെട്ടത്. മരണ കാരണം കുഞ്ഞിന്റെ തലയാണ് നിലത്തടിച്ചത്. ബൈക്കിനൊന്നും കാര്യമായ കേടുപാടുകളൊന്നുമില്ല. പക്ഷെ കുഞ്ഞിന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മൾക്കറിയാം. ഹെൽമെറ്റ് ധരിക്കുന്നത് എന്റെ തല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു അപകടത്തിന്റെ ആഘാതം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെൽമെറ്റ് ധരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ അത് ഒരു തരത്തിൽ ഇൻഡയറക്റ്റ് സൂയിസൈഡ് തന്നെയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ നോക്കുന്നത്. ഇപ്പോൾ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യും. ചെയ്യാത്തവരല്ല, ഞാനടക്കം ചെയ്യുന്ന ഒരാളാണ്. നമ്മള് ഒരു 60 കിലോമീറ്റർ ശരാശരി ഒരു 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൽ നിന്ന് ഒരു 5 സെക്കൻഡ് നമ്മൾ മൊബൈലിലേക്ക് നോക്കുമ്പോൾ അതിനെ മീൻ ചെയ്യുന്നത് നിങ്ങൾ ഏകദേശം 20 മീറ്ററോളം കണ്ണ് കെട്ടി വാഹനം ഓടിച്ചതുപോലെയാണ്. നമുക്ക് ആർക്കെങ്കിലും കണ്ണ് അടച്ചുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. പക്ഷെ നമ്മൾ ഈ കോൾ വരുന്ന സമയത്ത് നമ്മൾ മൊബൈലിലേക്ക് നോക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ണ് കെട്ടി വാഹനം ഓടിക്കുന്ന പോലെയാണ്. അങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ, അങ്ങനെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാല് അവിടെ നടക്കുന്ന ആ അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് നമ്മളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയതാണ്. നമുക്ക് അയാളെ കൊല്ലണതിന് ഉദ്ദേശമില്ല. പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ടും ആ നിയമലംഘനം കൊണ്ടുമാണ് അത് സംഭവിക്കുന്നത്. ഇതുപോലെ 2-3 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കാം. ഇത് നമ്മുടെ എന്റെയും നിങ്ങളുടെയൊക്കെ ലൈഫിൽ റെഗുലർ നടക്കുന്നത്. ഞാൻ ചോദ്യങ്ങളുടെ എണ്ണം കുറക്കാം, കാരണം സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട്. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ഇടാതെ യാത്ര ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ഇടാതെ യാത്ര ചെയ്തിട്ടുണ്ടോ? ചാറ്റ് ബോക്സിൽ യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. ഇനി അത് പറയാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലൊന്നത് കുറിച്ച് വെച്ചാൽ മതി. ഓക്കെ. രണ്ടാമത് നമ്മുടെ വീട്ടില് വൈദ്യുത സ്വിച്ചുകൾ, നമ്മളെ ലൈറ്റിന്റെ സ്വിച്ച് ഉണ്ടല്ലോ, നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ട്രെയിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയോ അല്ലെങ്കിൽ ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ?
അതുപോലെ തുടർച്ചയായിട്ട് നമുക്ക് പനി, ജലദോഷം അല്ലെങ്കിൽ ചുമയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെച്ച് ചില മരുന്നുകൾ എടുത്ത് കഴിക്കുന്ന പ്രവണത. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഒന്നുകിൽ അവിടെ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് കൊടുക്കുക. ഓക്കെ. ഇനി അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഡ്രൈവിങ്ങിനിടയിൽ നമ്മൾ എപ്പോഴെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ഡ്രൈവിങ്ങിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? അതുപോലെ ടയർ തേഞ്ഞ ടയറോ അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് തേഞ്ഞ, അതായത് ബ്രേക്ക് കുറവായ വാഹനം എടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടോ? പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് എപ്പോഴെങ്കിലും ഹൈ ബീം ലൈറ്റ് ഡിം ചെയ്ത് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടോ? അതുപോലെ ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ ആയിട്ട്, ഞാനൊക്കെ സ്ഥിരമായിട്ട് ബൈക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിചയക്കാരോ അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഒക്കെ ലിഫ്റ്റ് ഒക്കെ ചോദിക്കും. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ, കാരണം വാഹനത്തിൽ നമ്മുടെ ഹെൽമെറ്റ് മാത്രമേ ഉണ്ടോ, സ്പെയർ ഹെൽമെറ്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഹെൽമെറ്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഈ വഴി യാത്രയിൽ നിങ്ങളോട് ആരെങ്കിലും ലിഫ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അതുപോലെ അനുവദിച്ച വേഗതയിൽ കൂടുതൽ, അമിതമായ വേഗതയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വാഹനം ഓടിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇതില് ചാറ്റ് ബോക്സിൽ വന്ന ഓൾമോസ്റ്റ് എല്ലാവരും യെസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്. ഇപ്പം എന്റെ ജീവിതത്തിലും യെസ് തന്നെയാണ്, ഒരുപാട് യെസ് ആണ്. പക്ഷെ ഞാനിപ്പോ അത് വളരെയധികം കുറച്ചുകൊണ്ട് വന്നു. എന്തുകൊണ്ടാന്ന് പറയാം. ഇതിൽ ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യെസ് ആണെങ്കിൽ, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം യെസ് ആണെങ്കിൽ, നമ്മൾ അത്രയും തവണ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ്. അത്രയും തവണ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു ആക്സിഡന്റ് പോലും നിങ്ങളുടെ മരണ കാരണമായേക്കാം. അത് നമുക്ക് അറിയുന്നതാണ്. ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നതും ഹെൽമെറ്റ് കർശനമായിട്ട് ഇടണമെന്ന് പറയുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ ആക്സിഡന്റിൽ ഏറ്റവും കൂടുതൽ ടൂ വീലർ ആക്സിഡന്റിൽ മരണം സംഭവിക്കുന്നത് തലയടിച്ചിട്ടാണ്, അല്ലെങ്കിൽ നട്ടലിന് ക്ഷതമേറ്റിട്ടാണ്. ഈ അപകടത്തിന്റെ ആഘാതം കുറക്കാനാണ് ഹെൽമെറ്റ് ധരിക്കാൻ പറയുന്നത്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ആ ഹെൽമെറ്റ് പോലീസിനെ കണ്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ AI ക്യാമറയെ പേടിച്ചിട്ടൊക്കെയാണ് ഇപ്പോഴും കുറെ ആൾക്കാർ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്നത് അപകടത്തില് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഓക്കെ, പിന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് നമ്മൾ ഒരു കാർ എടുത്തിട്ട് പോകുന്നെങ്കിൽ ഇനി എത്ര ചെറിയ സ്പീഡിലാണ് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ എയർ ബാഗ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയില്ല. മരണപ്പെട്ട പല ആൾക്കാർ, കാർ ആക്സിഡന്റിൽ മരണപ്പെട്ട പല വാഹനങ്ങളിലും അറിയാൻ വേണ്ടി പറ്റിയത് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. നമുക്കറിയാം, ഒരു പ്രശസ്ത സിനിമാ നടൻ ഇപ്പോഴും ഒരു കോമ സ്റ്റേജിൽ ജീവിക്കുന്നത് അദ്ദേഹം അന്നത്തെ യാത്രയിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. അതേപോലെ വർക്ക് സൈറ്റുകളിൽ, നമ്മള് ജോലി സ്ഥലങ്ങളിൽ സേഫ്റ്റി, സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ നടക്കുന്ന ആക്സിഡന്റുകൾ, നമ്മളിപ്പോ പവർ ടൂൾസുകൾ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ധരിക്കണം, അതുപോലെ സേഫ്റ്റി ജാക്കറ്റുകൾ, സേഫ്റ്റി ഗോഗിൾസ്, സേഫ്റ്റി ഷൂസ് ഒക്കെ ധരിക്കണം എന്നുള്ളത് ഒരു പൊതുവായ അറിവാണ്. പക്ഷെ നമ്മുടെ ഒരു സൈറ്റിൽ, ഇപ്പം നിങ്ങൾ തന്നെ വർക്ക് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വീടെടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു തൊഴിലാളികളും ഈ പറഞ്ഞ ഒരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് എന്തിനാണ് ഇത് ധരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവരും അത് മനഃപൂർവ്വം മാറ്റിവെക്കുകയാണ്. തുടർന്നുണ്ടാകുന്ന ദുരന്തത്തിന് ശേഷം നമ്മളത് പെട്ടെന്ന് ഇനി അങ്ങോട്ടേക്ക് ഉപയോഗിക്കുമ്പോൾ ഇനി ഈ അപകടത്തിൽപ്പെട്ട ആൾ ബാക്കി ഉണ്ടാവില്ല. അതുപോലെ രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ യെസ് ആണെങ്കിൽ, അത്രയും തവണ നമ്മള് കൊലപാതക ശ്രമം നടത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നമ്മൾ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അത്രയും നേരം അല്ല, 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനത്തിൽ 5 സെക്കൻഡ് നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഏകദേശം 20 മീറ്ററോളം ദൂരം കണ്ണുകെട്ടി വാഹനം ഓടിക്കുന്ന പോലെയാണ്. കണ്ണുകെട്ടി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആക്സിഡന്റ് സംഭവിക്കും, അപകടം സംഭവിക്കും. അങ്ങനെ ഉണ്ടാവുന്ന അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മളൊരു കൊലയാളിയായി മാറി. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമിത വേഗതയിൽ പോകുമ്പോൾ, ഓവർ സ്പീഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബ്രേക്ക് ചെയ്യാൻ തന്നെ വാഹനം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിൽക്കില്ല, അപകടം ഉണ്ടാവും. ഈ നടക്കുന്ന അപകടങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന, പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ലിഫ്റ്റ് കൊടുക്കുന്നു വഴിയിൽ വെച്ചിട്ട്. ഹെൽമെറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ അയാളെ സഹായിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? നമ്മളൊരു കൊലപാതക ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ആ യാത്രയിൽ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. പക്ഷെ നിങ്ങൾ സഹായിച്ച പുറകിലിരിക്കുന്ന ആൾ തലയടിച്ച് മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇത് ഇത്രയും ഗൗരവത്തിൽ പറയുന്നത്,
നമ്മുടെ ചുറ്റിലും നടക്കുന്ന ആക്സിഡന്റുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. അപ്പം ഇത്തരം അപകടങ്ങളിൽ ഏറിയ പങ്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ആക്സിഡന്റുകളും നിങ്ങൾ ഇതേപോലെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇതിൽ ഏറിയ പങ്കും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നിയമലംഘനം കൊണ്ടോ ആണ് സംഭവിക്കുന്നത്. അതുപോലെ വീട്ടിലുള്ള കാര്യം, ഇപ്പൊ നമ്മൾ റോഡ് ആക്സിഡന്റ് ആണ് പറഞ്ഞത്. ഇപ്പൊ വീട്ടില് ഗ്യാസ്, നമ്മള് പൊതുവെയുള്ള ഒരു അറിവാണ് രാത്രി കിടക്കാൻ നേരത്ത് ഗ്യാസ് റെഗുലേറ്റർ ഓഫ് ചെയ്യണം എന്നുള്ളത്. അത് നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ഉള്ള ഞാനടക്കം എന്റെ വീട്ടില് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതും വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുന്നത്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട് അത് ഇതുവരെ ഒന്നും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഹെൽമെറ്റ് ഇടാത്തതുകൊണ്ട്. ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഹെൽമെറ്റ് ധരിക്കുന്ന കാര്യം പറയുമ്പോൾ അവരെന്നോട് പറയാറ്, ഞാൻ ഇത്രയും കാലമായിട്ട് ഹെൽമെറ്റ് ധരിക്കുന്നു, എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോ പിന്നെ എന്താ പ്രശ്നം? അത് അങ്ങനെ കുറെ ആൾക്കാർ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് മരണപ്പെടുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിച്ചിട്ട് അപകടത്തിൽപ്പെട്ട ഒരാൾ നിങ്ങളടുത്ത് സാക്ഷ്യം പറയാൻ വരില്ല. കാരണം അവരൊക്കെ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിച്ചിട്ട് അപകടത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ചെറിയൊരു തണുപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഞാൻ പറയുന്നത്, ഈ അപകടത്തിൽപ്പെട്ടവരാരും നമ്മൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ വരില്ല. സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തിട്ട് വാഹനത്തിൽ ആക്സിഡന്റ് പെട്ട് കഴിഞ്ഞാൽ അയാൾ മരിക്കാനുള്ള സാധ്യത 90% അയാൾ മരിക്കാനുള്ള സാധ്യത. പിന്നെ എങ്ങനെയാണ് വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാൻ? അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത്, നമ്മൾ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ആ സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ആ കൊലപാതകത്തിൽ നിന്നോ നമ്മൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നിയമങ്ങൾ കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നത് വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രം. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് നിയമങ്ങൾ നമ്മളെ നിയന്ത്രിക്കപ്പെടി വരുന്നത്. ഇപ്പൊ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് അതുപോലുള്ള കാര്യങ്ങൾ. പക്ഷെ റോഡിലൂടെ നടക്കുമ്പോൾ റോഡിന്റെ വലതുവശത്തൂടെ നടക്കണം, സീബ്ര ലൈനിലൂടെ തന്നെ ക്രോസ് ചെയ്യണം. അതേപോലെ റെയിൽവേ ക്രോസിങ്ങുകൾ നമ്മൾ വളരെ സൂക്ഷിച്ചു മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇവിടെ ഒന്നും പോലീസോ അല്ലെങ്കിൽ നിയമങ്ങളോ ഏതെങ്കിലും ഒരു പിന്നെ AI ക്യാമറ വന്നിട്ട് നിങ്ങളെ പിടിച്ച് നിങ്ങളെ കുറ്റവാളികളൊന്നും ആക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. പക്ഷെ തുടർച്ചയായിട്ടുള്ള ഈ പ്രവർത്തികൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ അപകടത്തിലേക്ക് നയിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏകദേശം എന്റെ സമയം ഏകദേശം ആവാറായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും ഉണ്ടാവില്ല. റൂൾസിനപ്പുറത്തേക്ക് സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പൊ വീട്ടിൽ റെഗുലേറ്റർ ഓഫ് ആക്കേണ്ടതും റോഡ് സൈഡിലൂടെ നടക്കുമ്പോഴുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതും റോഡ് ക്രോസ് ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതൊക്കെ നമ്മൾ തന്നെ സ്വയം തെരഞ്ഞെടുക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും പലവിധ ജോലികൾക്ക് പോകുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ ആ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ നമ്മുടെ വരവിനായി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളവിടെ സുരക്ഷിതരായിട്ട് എത്തേണ്ടതുണ്ട്. അതുപോലെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ കുഞ്ഞുങ്ങള്, ഭാര്യ, ഇവരൊക്കെ നമ്മുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഒരു അശ്രദ്ധ കൊണ്ടോ ഒരു അബദ്ധം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത്തരം നിയമങ്ങളെ ലംഘിക്കുന്നത് കൊണ്ടോ നമ്മുടെ ജീവൻ അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ഒരു നഷ്ടം നമുക്ക് സംഭവിക്കാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റിലും നടക്കുന്ന ഓരോരോ കാര്യങ്ങളും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഇത് പലപ്പോഴും പറയാറുണ്ട്, പോലീസിനെ പേടിച്ചിട്ടാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്, അല്ലെങ്കിൽ AI ക്യാമറ പിടിച്ചേക്കുന്നത് പേടിച്ചിട്ടാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതൊക്കെ പറയും. അപ്പൊ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവന്റെ വില മനസ്സിലാക്കി, നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ നമ്മുടേത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണെന്നുള്ളത്. നേരത്തെ അലീഷറിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിന്റെ ജീവൻ ഇപ്പോൾ 5 പേരിലൂടെയാണ് ഇപ്പൊ ആ കുഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ മാതാപിതാക്കളെടുത്ത് ശരിയായ തീരുമാനമാണ്. അതുപോലെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ശരിയായ തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കുകയാണ്. ഒരു സ്റ്റോറി പറയാനുള്ള സമയമുണ്ടാവും. ഒരു ചെറിയൊരു സ്റ്റോറി കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു ദിവസം ഒരു കടൽ തീരത്ത് ഈ നക്ഷത്ര മത്സ്യങ്ങൾ, വേലിയേറ്റ സമയത്ത് നക്ഷത്ര മത്സ്യങ്ങൾ ഇങ്ങനെ കടൽക്കരയിൽ ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ചെറിയൊരു കുട്ടി ഓരോ മത്സ്യത്തെ എടുത്തിട്ട് ഇങ്ങനെ കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു വൃദ്ധനായ ഒരാൾ ഇതിങ്ങനെ നോക്കി. അപ്പൊ അദ്ദേഹം കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നീ എന്തീ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, ഈ നക്ഷത്ര മത്സ്യങ്ങൾ വേലി ഇറക്കം വന്നു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ഈ മത്സ്യങ്ങളൊക്കെ മരിച്ചു, അപ്പൊ ഞാൻ ഇതിനെയൊക്കെ രക്ഷിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ ഇത് മൈലുകളോളം ദൂരത്തിൽ ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്.
ഇത് എനിക്ക് ഇതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റുമോ നീ കുഞ്ഞിനോട് ചോദിച്ചു. അപ്പൊ കുഞ്ഞ് മറുപടി ഒന്നും പറഞ്ഞില്ല. കുഞ്ഞെന്താ ചെയ്തത്, കുഞ്ഞിൽ നിന്ന് ഒരു മത്സ്യത്തെ കൂടി എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ആ മത്സ്യത്തിന്റെ ജീവിതത്തിൽ ഞാനൊരു മാറ്റം ഉണ്ടാക്കി. അപ്പൊ ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. ഇത് എത്രത്തോളം നിങ്ങളിൽ എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരാളെങ്കിലും തന്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയാൽ എന്റെ ഈ സംസാരം വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കാം. ഈ ഒരു പ്രോഗ്രാം കൂടെ നടത്താൻ എനിക്ക് അവസരം തന്ന സിജി ഡിവിഷൻ ടീമിന് എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയില്ല. കുറച്ച് നാളായിട്ട് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് എല്ലാ പരിപാടിയും കാണാൻ ഈ അടുത്ത കാലത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി. അതുപോലെ എന്നെ ഇത്രയും നേരം ശ്രമിച്ച എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നന്ദി സ്നേഹമുള്ള അഭിദീൻ സാർ. നമ്മുടെ ഡിവിഷന്റെ 224-ാമത്തെ ദിവസം വേറിട്ടൊരു ചിന്തകളിലൂടെയാണ് ഇന്ന് കടന്നുപോയത്. നമ്മളെല്ലാവരും ആത്മപരിശോധന നടത്തേണ്ടിയിരുന്ന കുറെ ചോദ്യങ്ങളിലൂടെ മിക്കവാറും ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി യെസ് തന്നെയായിരിക്കും. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചവർ, ഡ്രൈവിങ്ങിനിടയിൽ ഫോണിൽ സംസാരിച്ചവർ, ഗ്യാസ് ഓഫാക്കാതെ കിടന്നുടങ്ങിയവർ, ട്രെയിന് മൂവ് ചെയ്യുമ്പോൾ ഓടിക്കയറിയ ആൾക്കാർ, അങ്ങനെ ഹെൽമെറ്റ് ഇല്ലാത്ത ആൾക്ക് ലിഫ്റ്റ് കൊടുത്തവർ, അങ്ങനെ ഏകദേശം ചോദ്യങ്ങൾക്കും നമ്മുടെ മറുപടി യെസ് തന്നെയാണ്. ആ മറുപടി, ആ യെസ്സുകൾ നമുക്ക് വലിയൊരു തിരിച്ചറിവിലേക്കുള്ളൊരു ചൂണ്ടുപലകയായിട്ടാണ് ഇവിടെ അനുഭവപ്പെട്ടത്. നമ്മൾ ഇനിയും ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതം എങ്ങനെയാണ് അവസാനിക്കുന്നത്, നമ്മൾ കാരണം വേറൊരാളുടെ ജീവിതം അവസാനിക്കാനുള്ള സാഹചര്യം നമ്മൾ അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു പരിശോധന നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത്. എന്തായാലും ആ ഒരു വ്യത്യസ്തമായ ചിന്തക്ക് ഞാൻ ആദ്യം തന്നെ സൈനുൽ അബ്ദീൻ സാറിനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഈ സെഷൻ കേൾക്കുന്ന 140ഓളം ആൾക്കാരെങ്കിലും ആ ഒരു ചിന്തയിലൂടെ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചം പകരാൻ കഴിഞ്ഞെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹമായി തന്നെ മാറും. കാരണം അത്രത്തോളം ആക്സിഡന്റുകള്, സൂയിസൈഡ് അറ്റംപ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, റോഡിലൂടെ കൗമാരക്കാരായ കുട്ടികൾ പോകുമ്പോൾ ബാക്കി ഉള്ള ഡ്രൈവർമാരുടെ, വണ്ടി ഓടിക്കുന്നവരുടെ ശ്രദ്ധ കൊണ്ടാണ് അവരൊക്കെ വീട്ടിലേക്ക് പരിക്കില്ലാതെ തിരിച്ചെത്തുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കുട്ടികളുടെ ഒക്കെ ഡ്രൈവിങ്. അതും ഹെൽമെറ്റ് ഇല്ലാതെ വളരെ സ്പീഡിലൊക്കെ പോകുന്നത് കാണുമ്പോൾ ശരിക്കും നെഞ്ച് പൊടിഞ്ഞു പോകാറുണ്ട്. ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ഇത്രയും ശ്രദ്ധയില്ലാതെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു. എന്നാലും സാറ് പറഞ്ഞ ലാസ്റ്റിലത്തെ കഥയും നല്ലൊരു ഭംഗിയോടെ ഈ ഒരു സെഷൻ അവസാനിപ്പിച്ചു. എന്തായാലും ഞങ്ങള് എല്ലാവരും ഈ ക്ലാസ് കേട്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഗാഢമായി ചിന്തിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരാൻ നമുക്ക് മനഃപൂർവ്വം തന്നെ ശ്രമിക്കാം. കാരണം ജീവിതമാണ്, നമ്മൾ കാരണം വേറൊരാളുടെ ജീവിതം അപകടത്തിലാവാൻ പാടില്ല. നമ്മുടെ കാരണം തന്നെ നമ്മുടെ ജീവിതം മനഃപൂർവ്വം അല്ലാത്ത സാറ് പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി ശരിക്കും ആലോചിക്കുന്നത്. ഇൻഡയറക്റ്റ് സൂയിസൈഡ്, ഇൻഡയറക്റ്റ് ഹോമിസൈഡ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ശരിയാണ്. വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, ഇലപൊഴിയും ശബ്ദം പോലെ മനുഷ്യ ജീവിതം നിശബ്ദമായി അവസാനിക്കുന്നു. അങ്ങനെ അവസാനിക്കേണ്ടതാണ് മനുഷ്യ ജീവിതം, ഇലപൊഴിയുന്നത് പോലെ. പക്ഷെ അങ്ങനെയല്ല അവസാനിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചെറിയ ഡോണറായ അലിൻ ബേബിയെ കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. നമ്മുടെ ഓർമ്മകൾ പെട്ടെന്ന് ആ കുഞ്ഞിന്റെ മരണത്തിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും നമുക്കൊരു ആത്മപരിശോധനക്കുള്ള ഒരു വേദി ആവട്ടെ ഈ ഡിവിഷൻ എന്ന് കൂടി ആശംസിക്കുകയാണ്. സൈനുൽ അബ്ദീൻ സാറിന് ഡിവിഷൻ ടീമിന്റെ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നമ്മുടെ ശക്തി സ്രോതസ്സായ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ ഡിവിഷൻ ടീമിന്റെ ഡയറക്ടർ ന്യൂസിയ മാം, ഇന്നത്തെ ടീം ഇൻചാർജ് സലീം സാർ, ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസത്തിലേക്ക്, നല്ലൊരു ചിന്തയിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നാളെ